ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്ന നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്ന നിന്നോട് കൂടെയുണ്ട്. പ്രത്യേകിച്ച് പറയുന്നത് മൂപ്പന്മാർ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ദാരിസിന് എഴുതുന്നത് എഴുതിയത്, പ്രിയനെ നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഈ വാക്യമാണ് എല്ലാവരും ബ്ലസ് ചെയ്ത് നമ്മൾ പറയുന്ന വാക്യമാണ്. അത് നല്ല കാര്യമാകട്ടെ എല്ലാത്തിനും ഈ വാക്യമാണ് അവനെ അനുഗ്രഹിച്ച് ഈ വാചനം പലർക്കും അയക്കണം. എന്നാണ് അവൻ ബ്ലെസ്സിങ്സും പ്രോസ്പെക്റ്റും അവർക്ക് ഉണ്ടാകട്ടെ എന്ന് അതിന്റെ അർത്ഥമെന്ന് അവൻ പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ അർത്ഥം അത് അല്ല. മൂന്നാമത്തെ കാഴ്ച സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയാൻ ഞാൻ അത്യന്തം സന്തോഷിച്ചു. ഇതിനർത്ഥം സത്യത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സത്യം ആരാണ് സത്യം? കൈലാസങ്ങൾ പഠിപ്പിച്ചതാണ്. ആരാണ്? യേശു. കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ആണെങ്കിൽ സത്യത്തിൽ നടക്കണമെന്ന് നിന്റെ സത്യത്തിൽ സാക്ഷ്യം പറയാൻ ഞാൻ അത്യന്തം സന്തോഷിച്ചു. യോഹന്നാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് ദായൂസ് സത്യത്തിൽ നടക്കുന്നു. സത്യം നടന്ന ദൈവവായത്തിലും ആ വചനപ്രകാരം പുതിയ നിയമത്തിന്റെ വചനപ്രകാരം യാതൊന്നും തോട്ടി കളയാതെ ആ സത്യത്തിൽ നടക്കുന്നു. അന്നത്തെ കാലത്ത് ബൈബിളില്ല, വചനമില്ല, യാതൊന്നുമില്ല. അവർ ഇപ്പോഴാണ് വർഷത്താപ്പിനെ പ്രാപിച്ച് ഇത് ഒவ்வொரு കാര്യങ്ങൾ എടുത്ത് അയക്കുന്ന സമയമാണ്. പക്ഷെ അവർ എത്രത്തോളം ദൈവത്തിൽ വിശ്വസിച്ച് സത്യത്തിൽ നടക്കുവാൻ ഇടയാണ്. നമുക്കൊരു ന്യായ ദിവസമുണ്ട്. കർത്താവ് നമ്മളെടുത്ത് അവകാശിക്കും ചോദ്യം നിനക്ക് നിങ്ങൾക്കും അധികമാണ്. നമുക്ക് പണിഷ്മെന്റ് ഇല്ല. അവൻ ചോദിക്കുമ്പോൾ നാം രക്ഷിക്കരുത്. നമ്മുടെ കർത്താവ് അവരുടെ വചനങ്ങൾ നൽകിയിട്ടുണ്ട്. നാം നിങ്ങൾ നടക്കണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. നാം എന്ത് ചെയ്യണം, നാം എങ്ങനെ നടക്കണം, നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ കൊണ്ടുപോകണം, എല്ലാത്തിനും എന്തുണ്ട് ഇതിൽ ഉത്തരവുണ്ട്. പക്ഷെ നമുക്കിത് വായിക്കുവാൻ നമുക്ക് ഒരിക്കലും സമയമില്ല. വചനപോലെ കർത്താവിനെ സ്നേഹിക്കുന്നത് ചെയ്യണം, എന്റെ കൽപ്പന അനുസരിക്കും. നമ്മളെല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ കൽപ്പന അനുസരിക്കുന്നുണ്ട്. അവിടെയാണ് വിഷയം. ദൈവത്തെ സ്നേഹിക്കാനാവുന്നില്ല. നിങ്ങൾ പ്രചാരത്തിൽ ചോദിച്ചാൽ അവർ എന്ത് ഇഷ്ടം? യേശു ഇഷ്ടമാണ്. അടുത്തുണ്ട് എല്ലാവരും ഒന്നാണ്, എല്ലാവരും വിശ്വസിക്കാറ്. ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. എല്ലാവരും ഒന്നാണ്. യേശുവാണ് അധികമായി സ്നേഹിക്കുന്നത്. അങ്ങനെ പറഞ്ഞ ആൾക്കാരും നോക്കുന്നത്. അതുകൊണ്ട് ഗുണമില്ല. ആൾക്കാർക്ക് കാര്യമില്ല. വചനം യേശുവിനെ പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച നമ്മുടെ മക്കളെ മാറിയെങ്കിൽ നാം ഒவ்வொரு ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ദൈവത്തിന്റെ ശബ്ദം എങ്ങനെ കേൾക്കാൻ കഴിയും? ഈ ദൈവവചനത്തോട് മാത്രമേ ദൈവശബ്ദം കേൾക്കാൻ കഴിയൂ. പക്ഷെ ഇന്ന് പലരും ദൈവശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണ്? പ്രവചനത്തോട്. ഏതെങ്കിലും ഒരു പ്രവാചകൻ നല്ല എഴുതിച്ച് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമുക്ക് റെഡിയാണ്. നമ്മൾ എത്ര പ്രവാചകന്മാർ വന്ന് കൈവച്ച് പറഞ്ഞാലും ഇതെല്ലാം പ്രവചനമോ ഇതിലുണ്ട്. പ്രവാചകത്തെ അഗേൻസ്റ്റ് അല്ല, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് പ്രവാചക ശുശ്രൂഷ ഉണ്ട്. നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കർത്താവ് ശക്തമായി വേർപെടുത്തും. എങ്കിലും ഞാൻ പറഞ്ഞത് പ്രവാചകന്മാർ കർത്താവിന്റെ അരുളപ്പാട് പറയും. പക്ഷേ നീക്ക് സത്യത്തിൽ നടന്നാൽ പ്രവാചകന്മാർ ദൈവത്തിന്റെ അരുളപ്പാട് പറഞ്ഞത് അതിന്റെ ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടംപോലെ ജീവിച്ചാൽ, ദൈവമായി നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ലാതെ ജീവിച്ചാൽ, എത്ര വലിയ സൂപ്പർ പ്രവാചകന്മാർ പറഞ്ഞാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തില്ല. നിങ്ങളുടെ ഭാവി ജീവിതം ഇതാവും. ഭവനം കിട്ടും, കാർ കിട്ടും, ശരിയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം ഇല്ലെങ്കിൽ പ്രവാചക വാക്കുകൾ ഒരിക്കലും അത് സംഭവിക്കത്തില്ല. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ
എന്താണ് സത്യത്തിൽ നടക്കുന്നത് നിന്റെ സത്യത്തിൽ സാക്ഷ്യം പറയാൻ ഞാൻ അത്യന്തം സന്തോഷിച്ചു. അതിന്റെ അർത്ഥം ആ സത്യം എന്ന് പറയുമ്പോൾ അവന്റെ ജീവിതം എന്തായി മറ്റൊരു സാക്ഷ്യം കാണിക്കാൻ ഇടയായി. ഇത് കിട്ടുവേണ്ടി വന്നത് അവന് ഉത്തമമായി ദൈവത്തിന് ഇഷ്ടപ്രകാരം ഈ ഭൂമിക്ക് സാക്ഷിയുടെ ജീവിതം നയിക്കുവാൻ ഇടയായി. അതുകൊണ്ടാണ് മറ്റുള്ളവർ അവരെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ പറഞ്ഞപ്പോൾ യോഹന്നാൻ അത്യന്തം സന്തോഷിച്ച് നാളെ മക്കത്ത് വരുമ്പോൾ എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇല്ല. യോഹന്നാന്റെ ഒരു മകൻ അല്ലെങ്കിൽ മക്കൾ ആ സത്യത്തിൽ നടക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര സന്തോഷമുണ്ടെങ്കിൽ പറയട്ടെ, സ്വർഗത്തിന്റെ മക്കൾ നമ്മളാണെങ്കിൽ നമ്മുടെ അപ്പൻ നമ്മുടെ ജീവിതം ഭൂമി സാക്ഷിയായി ജീവിക്കുമെങ്കിൽ നമ്മുടെ കർത്താവ് എന്തുമാത്രം സന്തോഷം. നമ്മൾ സുവിശേഷം എന്ന് പറയാനില്ല, നമ്മൾ തന്നെ സുവിശേഷമായി മാറാൻ കർത്താവിന്റെ അടുക്കൽ അയക്കും സാക്ഷി ജീവിതം ഉണ്ടെങ്കിൽ പറയട്ടെ നമ്മളെ തന്നെ അനേക വിശ്വസിക്കുന്നു. പണ്ട് നമുക്ക് ദേഷ്യമുണ്ടായിരുന്നു, സ്വഭാവങ്ങളിൽ ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. അത് നാം വെച്ചിട്ട് നാം ദൈവസഭയിൽ വന്നിട്ട് നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ നാം ദൈവത്തെ അറിഞ്ഞിട്ടും ഒരു കാര്യമില്ല. സ്വഭാവങ്ങൾ മാറണം, മറ്റു ക്ഷമിക്കാൻ പഠിക്കണം, മറ്റു സ്നേഹിക്കാൻ പഠിക്കണം. നമ്മൾ എതിരായി പള്ളി വിളിച്ചവർ നമുക്ക് ക്ഷമിക്കണം. നമ്മുടെ ദേഷ്യമോ കൈപ്പോ ഒരിക്കലും നമ്മുടെ ഇന്ത്യത്തിൽ വെക്കരുത്, വെക്കാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിൽ വഴക്കുകൾ വന്നാലും വഴക്കുകൾ അത് നമ്മുടെ ഇന്ത്യത്തിൽ വെക്കരുത്. യഥാസ്ഥാനം സമാധാനത്തോട് എനിക്കറിയത്തില്ല വഴക്കുണ്ടായി അല്ലെങ്കിൽ എനിക്ക് ആദ്യം നഷ്ടപ്പെടുന്ന പ്രാർത്ഥിക്കാൻ പോലും കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിത സാധ്യത നഷ്ടമാണ്. പറഞ്ഞത് ആ ഗായം സത്യത്തിൽ നടന്നു ആ സാക്ഷ്യം കേട്ടപ്പോൾ ആ സാക്ഷ്യത്തിൽ എന്തായി ആ സന്തോഷം അത്യുന്തം യോഹന്നാൻ സന്തോഷിക്കുവാൻ തയ്യാറായി. നമ്മുടെ കയ്യിൽ കർത്താവ് നൽകിയിട്ടുള്ള സത്യ വിശുദ്ധ പുസ്തകം നാം ഇതിന്റെ നടക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് ആലോചിക്കാൻ മതി, നമ്മൾ എന്തുമാത്രം തെറ്റുകൾ ചെയ്യുന്നത്. ആ തെറ്റുകൾക്ക് ശിക്ഷ കിട്ടാണെങ്കിൽ പറയട്ടെ നമ്മളിത് കാണത്തില്ല, നാം നിങ്ങൾ കാണത്തില്ല. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് നാം മടങ്ങി വരണം, ദൈവത്തോട് യഥാസ്ഥാനം കൊടുക്കണം, ദൈവപൈതലായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനായി പുത്രൻ പറയുന്നപ്പോൾ കോളം കെട്ടാൻ വന്നത് ഡ്രസ്സില് കീരി ഉടുക്കും ചെറുപ്പമൊന്നുമില്ലാതെ പട്ടിണി കിടന്നു മെലിഞ്ഞു പോയി അപ്പോഴത്തെ മനസ്സിലായി അവൻ ദൂരത്തിൽ കണ്ടപ്പോൾ ഇത് ചെയ്ത് അപ്പം ഓടി അവർക്ക് ചുമതല കൊടുത്ത് അവർക്ക് പറഞ്ഞു നിന്റെ മകനെ ലഭിക്കപ്പെടുവാൻ യാതൊരു യോഗ്യതയുണ്ട്. ഞാൻ ഒരു ജോലിക്കാരായി ഭവനത്തിൽ പാർട്ടിയിൽ നിന്ന് വിചാരണ വന്നത്. പക്ഷേ ആ പണി ചെയ്തു, നല്ല വസ്ത്രം കൊടുത്തു, അവൻ യഥാസ്ഥ മകനായി അധികാരത്തോടെ ആ ഭവനത്തിൽ കേൾക്കുവാൻ പറഞ്ഞത് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിട്ടുള്ള സത്യം യേശു ക്രിസ്തുവാണ്. ഇതെല്ലാം അനുസരിച്ചേ മതിയാണ്. നാം അനുസരണക്കേട് കാണിക്കുന്നത്. നമുക്ക് ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കും. അതുകൊണ്ട് നാം സത്യത്തിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ ഭവനങ്ങളിൽ നമ്മുടെ സമയം ഒരുപാടുണ്ട്, വചനം വായിക്കുക. ഒരു ദിവസമെങ്കിലും ഒരു ചാപ്റ്റർ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ വായിക്കണം. വായിക്കുമ്പോൾ പറയട്ടെ ആ ഒരു അധ്യായത്തിൽ ഒരു വാക്യം നിങ്ങളോട് ഇടപെടുമ്പോൾ ആ വാക്യം ചില എഴുതി വെക്കുകയുള്ളൂ. അത് നാളെ നമുക്കത് ഗുണമായി തീരും. അതുകൊണ്ട് സത്യത്തിൽ നടക്കണമെന്ന് നാമും ആഗ്രഹിക്കുന്നു, ദൈവവും ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും സത്യത്തിൽ നടക്കണം. ആ സത്യമാണ് കർത്താവായ യേശു ക്രിസ്തുവാണ് സത്യം. അവന്റെ വചനത്തെ വിശ്വാസത്തോട് മുറുകെ പിടിച്ച് മുൻപോട്ട് പോകും. നമുക്ക് ദൈവത്തെ അനുഗ്രഹിക്കട്ടെ.